സ്മൃതി തരംഗം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി. മലയാറ്റൂർ രാമകൃഷ്ണൻ. സാഹിത്യകാരനും ഭരണകർത്താവുമായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. നോവലിസ്റ്റും ചെറുകഥാകൃത്തും കാർട്ടൂണിസ്റ്റും ചലച്ചിത്ര സംവിധായകനുമായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലയിലെ പുതിയ കൽപ്പാത്തിയിൽ 1923 മെയ് 30 മലയാറ്റൂർ ജനിച്ചത്. 1955 മട്ടാഞ്ചേരിയിൽ 2ാം ക്ലാസ് മജിസ്ട്രേറ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1958 IAS ലഭിച്ചു. ജില്ലാ കളക്ടർ, ഗവൺമെന്റ് സെക്രട്ടറി, റവന്യൂ ബോർഡ് അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 1981 സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചു. നിരവധി നോവലുകളും കഥകളും രചിച്ചിട്ടുണ്ട്. വേരുകൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, യന്ത്രത്തിന് വയലാർ അവാർഡ് എന്നിവ ലഭിച്ചു. 1997 ഡിസംബർ 27 മലയാറ്റൂർ രാമകൃഷ്ണൻ നിര്യാതനായി. മലയാറ്റൂർ രാമകൃഷ്ണനുമായി ശ്രീ ത്രിവിക്രമൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇന്നത്തെ സ്മൃതി തരംഗത്തിൽ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം. എന്തൊക്കെയാ രാവിലെ പാട്ടൊക്കെ ആയിട്ട്? അല്ലാതെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം എന്ന വയലാർ രാമവർമ്മയുടെ ഗാനത്തിന്റെ പിന്നിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ സ്മരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആലുവ കൊട്ടാരത്തിൽ വച്ച് ഒരു സായനം തന്നെ അല്പം വൈകിയ ഒരു സായനത്തിൽ രാമവർമ്മ കുഞ്ചാക്കയുടെ ഏതോ സിനിമയ്ക്ക് വേണ്ടി ഭാര്യ ആയിരിക്കണം പാട്ട് എഴുതുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടാ, നമ്മുടെ സ്ഥലത്തിന്റെ പേര് എന്റെ പേരൊന്ന് കയറ്റി വിട്. അപ്പോഴെഴുതി, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം, ശിവരാത്രി കാണേണം. അന്ന് എഴുതിയതാണ് ഗാനം. അപ്പോൾ ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന മലയാറ്റൂരിനെ കുറിച്ച് ഞങ്ങൾ വളരെയധികം കേട്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്, ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്, പെയിന്റിങ്ങുകൾ കണ്ടിട്ടുണ്ട്, കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്ത സിനിമയും കണ്ടിട്ടുണ്ട്. വിശദമായി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എല്ലാ വിവരങ്ങളും. ഈ എങ്ങനെയാണ് എഴുതുന്നത്, ഏത് സമയത്താണ് എഴുതുന്നത്, ഈ സാഹിത്യ സൃഷ്ടി നടത്തുന്നത്. ഒരു നോവൽ ഇപ്പോൾ സാർ എഴുതാൻ തുടങ്ങുമ്പോൾ ഈ മുഴുവൻ കഥയും ഇങ്ങനെ മനസ്സിൽ കണ്ടതിന് ശേഷം എന്തെങ്കിലും നോട്ടുകൾ എഴുതി വെച്ചിട്ടാണോ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ എല്ലാം തന്നെയും സൃഷ്ടിച്ചു വെച്ചിട്ട് ശേഷമാണോ? ഇപ്പം തന്നെ പിച്ചൻ ഉദാഹരണമായിട്ട്, പിച്ചൻ ഇങ്ങനെയാകും, പിച്ചന്റെ ഒരു രൂപം എഴുതി വെച്ചതിന് ശേഷമാണോ ഈ നോവലുകൾ എഴുതാൻ തുടങ്ങുന്നത്? ഏതാണ് രചനാ രീതി? ഏതാണ്? മൊത്തം കഥയെപ്പറ്റി ഒരു സങ്കല്പം ഉണ്ടാവും. നോട്ടുകളെ കുറിച്ച് വെക്കാറില്ല. ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ നോവൽ ഞാൻ പ്ലാൻ ചെയ്യാറുമില്ല. എഴുതി തുടങ്ങുമ്പോൾ, പറയുമ്പോൾ തമാശയായിട്ട് തോന്നും, എഴുതി തുടങ്ങുമ്പോൾ അറിയാതെ ചില കഥാപാത്രങ്ങൾ വളർന്നു വലുതാവും. എന്റെ നിയന്ത്രണത്തിനപ്പുറം എന്റെ കൈവിട്ട് പോയി കളിക്കുന്ന പോലെ തോന്നുന്നു. ഈ പിച്ചനെ പറ്റി പറഞ്ഞില്ലേ, ഈ പിച്ചനെ ഞാൻ തുടങ്ങിയപ്പോൾ വളരെ ഒരു ചെറിയൊരു 2-3 അധ്യായങ്ങൾ വന്നു കയറി പോകുന്ന ഒരു നിസ്സാരൻ. പക്ഷെ എഴുതി വന്നപ്പോഴേക്കും ബാക്കി എല്ലാവരെയും ഇടയ്ക്ക് നിവർന്ന് കൊളോസസിനൊപ്പം നിൽക്കുന്ന ആളായിട്ട് മാറി പിച്ചൻ. അപ്പോൾ ഇൻ വൺ സെൻസ് പിച്ചൻ മെയ്ഡ് മീ റൈറ്റ്. പിച്ചൻ എഴുത്തുകാരനായിട്ട് മാറി. എഴുത്തുകാരന്റെ നിയന്ത്രണം വിട്ട കഥാപാത്രം. അങ്ങനെ അനുഭവം എഴുത്തുകാർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. എനിക്ക് ഏതായാലും പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ട്. എഴുതി വരുമ്പോഴേ കഥാപാത്രം സ്വയം വളരുന്നു. ഐ മീൻ ഡെസ്പൈറ്റ് ദി ഓതർ. ഗ്രന്ഥത്തെ അറിയാതെ ഒരുപക്ഷെ ഗ്രന്ഥകാരൻ ധിക്കരിച്ചുകൊണ്ട് എന്താ പിടിച്ചു നിർത്താൻ ഒക്കാത്ത രീതി അവനങ്ങോട്ട് വളരുകയാണ്. അങ്ങനെ സന്ദർഭവും കഥാപാത്രവും വളരുന്നു, കഥാപാത്രം കഥാപാത്രം വളരുമ്പോൾ സന്ദർഭങ്ങൾ ഉണ്ടാവും, നോവലും വളരും, ഡയമെൻഷനും മാറും. ഇത്ര അടി നീളം, ഇത്ര വണ്ണം, ഇന്ന സ്വഭാവം, ഇന്ന ഘട്ടങ്ങൾ ഇങ്ങനെ പ്രതികരിക്കൂ, ഇങ്ങനെ പാടുള്ളൂ എന്നുള്ള നിലയിൽ ഒരു ചാർട്ട്, ഒരു പ്ലാന്, അല്ലെങ്കിൽ ഒരു ഡമ്മി, അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് എഴുതാറില്ല. കഥയുടെ രൂപം ഉണ്ടാകും. ചില കഥാപാത്രങ്ങൾ നേരത്തെ മനസ്സിൽ കാണും. അവരെ പറ്റിയും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനമോ കുറിപ്പെഴുതലോ ഒന്നുമില്ല. ഇതിനിടയ്ക്ക് അവർ വളരുന്നു. ഇതിനിടെ ഉദ്ദേശിക്കാത്ത മൈനർ കഥാപാത്രങ്ങൾ എല്ലാരെയും വെട്ടിച്ചുകൊണ്ട് വളം തള്ളി മുമ്പോട്ട് കയറും. ഇത് എഴുത്തുകാർക്ക് ഉണ്ടാകാനിടയുള്ള, എനിക്കേതായാലും പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു തോന്നൽ, ഒരു അനുഭവമാണ്. വായനക്കാർക്കോ അല്ലെങ്കിൽ കാഴ്ചക്കാർക്കോ ഉണ്ടാകുന്ന മാനസിക സംഘർഷം എഴുത്തുകാരന് അനുഭവപ്പെടാറുണ്ടോ? 2 അവസരങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയാം. ഒന്ന്, വേരുകളില് രഘുവിന്റെ അച്ഛന്റെ മരണം. അത് എന്റെ അച്ഛന്റെ മരണം തന്നെയാണ് ഞാൻ എഴുതിയത്. രഘു ആത്മകഥാംശമാണല്ലോ. വളരെ. അപ്പൊ അത് എഴുതിക്കൊണ്ടിരുന്ന കടലാസ് എന്റെ കണ്ണീര് വീണുപോയി. അതൊരു അനുഭവം. അത് പ്രോബ്ലി എന്റെ അച്ഛന്റെ ഓർമ്മ എന്നൊക്കെ ഉണ്ടാവാം. മറ്റൊന്ന്, ഞാൻ യന്ത്രത്തിലെ
ഈ ജെയിംസിന്റെ ഒരു മകനുണ്ട് ആന്റണി, അവൻ കോവളത്ത് പോയി ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട്, അയാളുടെ ആൽബം എടുത്തിട്ട് അയാളുടെ എല്ലാ ഫോട്ടോകളും അയാളുടെ മുഖം അയാൾ ബ്ലേഡിന് ചുരണ്ടി കളഞ്ഞു. മരിച്ചു എന്ന് മാത്രമല്ല, ഇതിന്റെ മുഖം പോലും ആരും ഇനി കാണണ്ട, ഓർക്കണ്ട, അങ്ങനെ എല്ലാം എറേസ് ചെയ്ത് കളഞ്ഞു. ഇത് എഴുതിയപ്പോഴും ഞാൻ ദുഃഖിച്ചു. കാരണം ഞാൻ BSc പഠിക്കുമ്പോൾ കെമിസ്ട്രി ഐച്ഛികം എടുത്ത് പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ചെറുപ്പക്കാരൻ, അയാൾ ഒരു ദിവസം ലാബറട്ടറിയിലെ പൊട്ടാസ്യം സയനൈഡിന്റെ ഡൈലൂട്ട് സൊല്യൂഷൻ ഒരു കുപ്പി അങ്ങോട്ട് ഒഴുങ്ങി മരിച്ചു. പിന്നെ കെട്ടുന്നോ പ്രണയഭംഗമെന്നോ പ്രേമ പ്രോബ്ലം എന്തൊക്കെ ആയിരുന്നു. പക്ഷെ അയാളും മരിക്കുന്നതിന് മുമ്പ് അയാളുടെ എല്ലാ ഫോട്ടോകളും ബ്ലേഡ് കൊണ്ട് ചിരണ്ടി മുഖം ഇറേസ് ചെയ്ത് കളഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മ വന്നത് എഴുതുമ്പോൾ. അപ്പോഴും ഞാൻ ദുഃഖിച്ചു. യന്ത്രം ഒരു സുപ്രധാന നോവലാണല്ലോ. ഈ യന്ത്രം ഞാൻ രാഷ്ട്രീയ നോവലെന്ന് പറയാൻ വയ്യ. രാഷ്ട്രീയ നേതൃത്വം വെച്ചാൽ മന്ത്രിമാരും തന്നെ പറയാം, അവരും സിവിൽ സർവീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതിന്റെ സംഘർഷങ്ങൾ, അതൊക്കെയാണ് ഞാൻ എഴുതിയത്. ഇത് എഴുതുമ്പോൾ ഞാൻ സർവീസിലായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ അറിയാതെ തന്നെ സർവീസിലാണ്, അതിന്റെ ചട്ടങ്ങൾക്ക് വിധേയനാണ് ഞാൻ എന്നുള്ള ആ ഒരു ബോധം എന്റെ പേനയെ കുറെയൊക്കെ അറപ്പിച്ചും മടിപ്പിച്ചൊക്കെ നിർത്തിയില്ലേ എന്ന ശങ്ക എനിക്കുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്തിനാ ഞാൻ ജെയിംസിനെ കൊണ്ട് രാജി കൊടുപ്പിച്ചത്? ഒന്ന് നോക്കിയാൽ ഒരു ഭീരുത്വം ആൾക്ക് പറയാം, എന്തിനായാലും ഭീരുവായിട്ട് രാജിവെച്ച് പോയത്. ഇന്ന് ഞാൻ ഒരുപക്ഷെ യന്ത്രം എഴുതിയിരുന്നുവെങ്കിൽ ജെയിംസിനെ ഞാൻ രാജിവെപ്പിക്കുമായിരുന്നില്ല. ഞാൻ അയാളെ വലിയൊരു ജനകീയ മുന്നേറ്റത്തിന്റെ, ഒരു പുതിയ രാഷ്ട്രീയ സദാചാരത്തിന്റെ വക്താവാക്കി ഒരുപക്ഷെ വളർത്തിയെടുക്കുമായിരുന്നു. നെട്ടൂർ മഠത്തിലെ പിച്ചൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. യന്ത്രത്തിലെ സുജാത, അമൃതം തേടിയിലെ ഉമാശങ്കർ, ദൊന്നയത്തിലെ രമേശൻ, ഇവരൊക്കെ എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട എന്റെ കഥാപാത്രം. ഇഷ്ടപ്പെടാനുള്ള പ്രത്യേകിച്ചുള്ള പിച്ചനോ റബലായിരുന്നല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ തെമ്മാടി, ഏറ്റവും നല്ല മനുഷ്യൻ. ചേരി പ്രദേശത്ത് പോയിട്ട് ഹരിജനങ്ങളുടെ ശവം ചുമക്കാൻ, രോഗം ചികിത്സിക്കാൻ തയ്യാറായി സമൂഹത്തെ ധിക്കരിച്ച് സ്വയം മുന്നേറിയ ഒരു ധീരൻ, ഒരു റബൽ എന്ന നിലയിലാണ് ഞാൻ പിച്ചനെ സ്നേഹിക്കുന്നത്. ശിവകാമിയോ? നെട്ടൂർ മഠത്തിൽ ശിവകാമി നന്മയുടെ പ്രതീകമാണ്, ഒരു നല്ല ഒരു കുലസ്ത്രീയുടെ ചിത്രമാണ്. എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷേ ഒരൊറ്റ കഥാപാത്രം നെട്ടൂർ മഠത്തിലെ ആരെയാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് പിച്ചനെ തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? ഇത് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നോവലുകളുടെ പേര് ഞാൻ പറയാം. എനിക്ക് വേരുകൾ ഇഷ്ടമാണ്, യന്ത്രം ഇഷ്ടമാണ്, നെട്ടൂർ മഠം ഇഷ്ടമാണ്, ദൊന്നയുദ്ധം ഇഷ്ടമാണ്, അമൃതം തേടി. എല്ലാം ഇഷ്ടം തന്നെ. ഇവയോളം ഇഷ്ടമുള്ളവയല്ല എനിക്ക് യക്ഷി, പൊന്നി, അഞ്ചസെന്റ് ഒക്കെ ഉണ്ടല്ലോ. അവയെക്കാട്ടി ഏറെ ഇഷ്ടപ്പെടുന്ന നോവലുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. മലയാറ്റൂർ രാമകൃഷ്ണനുമായി ശ്രീ ത്രിവിക്രമൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സ്മൃതി തരംഗം സമാപിക്കുന്നു.